ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ വെറുതെ ഇരുന്ന സമയത്ത് എവിടേക്കെങ്കിലും പോയാലോ നിർത്തിയിരുന്നപ്പോൾ ഒരു വ്ളോഗറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഫാം പത്തായപുര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് അടുക്കുകയാണല്ലോ, അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എക്സാക്ട്ലി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജാനുവരിയിലാണ്. ഫാം പത്തായപുരൻ്റെ ഇനോഗ്രേഷന് മുമ്പാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ എഡിറ്റാക്കാൻ തീരെ മടിയില്ലാത്തത് കാരണം ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എക്സാക്ട് ലൊക്കേഷൻ നമ്മൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒബ്സെഷനാണ് സ്കൈനോട്. അപ്പോൾ ഈ ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുറേ സമയത്തിന് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഹോം സ്റ്റേയും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ആയിരുന്നു. എങ്ങനെയുള്ള അവസാനം നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് നമ്മളെല്ലാവരും കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെർ ഹെഡ് 100 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് താഴേക്ക് നടന്നു. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. നടക്കാനൊന്നും തീരെ മടിയില്ലാത്തൊക്കെ മാത്രം പറ്റിയൊരു ലൊക്കേഷനാണിത്. ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ ഞാൻ ഇനോഗ്രേഷന് മുമ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പണികളും കാര്യങ്ങളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം അവിടെ കയറി ചെന്ന് കണ്ടത് ഹോം സ്റ്റേൻ്റെ ഒരു റൂമാണ്. അപ്പോൾ അതിനോട് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയിലാണ് അവർ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ആ ഒരു സ്റ്റേ. പണി തീരാത്തത് കാരണം ബാത്റൂമിൻ്റെ പണികളും തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബെഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവർ ആ ഒരു സ്ട്രക്ചർ ആക്കി വെച്ചത് മാത്രമാണ്. അപ്പോൾ മൺകൂടാര കൊണ്ടുണ്ടാക്കിയൊരു വീട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ അതും കണ്ട് നേരം ആദ്യം നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നടക്കുമ്പോൾ തന്നെ ആ ഒരു പ്രകൃതിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇനോഗ്രേഷന് മുമ്പ് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരാമെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് കിട്ടിയ ചാൻസ് അവർ മുതലാക്കി. അവർ ഫുള്ള് ഓടി കളിച്ച് നടക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മളിൽ എല്ലാവരും അത്യാവശ്യം പെറ്റ് ലവേഴ്സൊക്കെയാണ്. അപ്പോൾ അവിടെ കുറേ പെറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മുയലിനെയാണ്. അപ്പോൾ നമ്മൾ നേരെ അതിന് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും കേജിലിട്ടിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെയിം എനിക്കറിയില്ല. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ആടും പൂച്ചയും പട്ടിയും നായും മീനും എല്ലാം അങ്ങനെ സകല കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജേഴ്സി പശു ഇല്ലേ, ഏറ്റവും കൂടുതൽ പാല് തരുന്ന പശു, അതുപോലത്തെ ഒരുപാട് പശുക്കൾ അവിടെ ഉണ്ടായിരുന്നു. പണി തീരാത്തത് കാരണം ഒന്നും ഭയങ്കര നീറ്റിലൊന്നും അല്ല ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും അതിൻ്റെ എക്സാക്ട് നെയിമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ എഴുതി വെച്ച നെയിം വായിച്ച് നമ്മളിങ്ങനെ കയറി കണ്ടുവെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരിക്കലും ജസ്റ്റ് പോയി വരുന്നതിനെക്കാട്ടി കൂടുതലും നല്ലത് അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നതാണ്. ബിക്കോസ് രാവിലെ ഏർലി മോർണിംഗ് കാണുന്ന കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മോർ ഓവർ അവിടെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 6 months ആയി. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലത്തെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. നമ്മൾ ചുമ്മാ ഇതൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ച് നടന്നേ ഉള്ളൂ. എനിക്കിതുപോലത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിതൊക്കെ മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിലൊന്നും കയറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളവിടെ പോയി ചുമ്മായിരുന്നു. അടുക്ക തന്നെ ഒരുപാട് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ അതിലിരുന്ന് ആടുകയൊക്കെ ചെയ്തു. പിന്നെ പിള്ളേർക്ക് പറ്റിയ സ്ലൈഡും സീസോവും ഒക്കെ ഉണ്ടായിരുന്നു. അവർ അതിൽ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് സ്വിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത് ഒരു വലിയ സ്വിങ് ആണ്. അപ്പോൾ നമ്മൾ വലിയവരൊക്കെ അതിലാണ് ആടിയിട്ടുണ്ടായിരുന്നത്. ചെറിയ പിള്ളേരെ ഈ ചെറിയ സ്വിങ്ങിലിട്ട് ജസ്റ്റ് ആട്ടി കൊടുത്തു ഇങ്ങനെ. അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ നമ്മൾ ഈ വലിയ സ്വിങ്ങിൽ ആടുന്ന സമയത്ത് ഒരു വൈഡ് വ്യൂ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്ലേസ് ചെയ്ത സ്ഥലം അടിപൊളിയായിരുന്നു. നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അവരുടെ കൃഷീൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ചെറിയ പറങ്ങിമുളകൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അരയ്ക്കാനായിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ കുറേ വീണ് കിടപ്പുണ്ടായിരുന്നു. കുറേ ഏക്കർ സ്ഥലത്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് എത്തണമെങ്കിൽ ഒരു മല കയറാനുണ്ട്. പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. താഴെ നിന്ന് നമ്മൾ ജസ്റ്റ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ ഇതുപോലത്തെ ക്യാബേജും കോളിഫ്ലവർ കൃഷി ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിലേക്ക് പോയി നമ്മൾ അതൊക്കെ കണ്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈം. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം എല്ലാം നടന്ന് കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡും ആയിരുന്നു. ആ പിള്ളേരൊക്കെ ടയേർഡായി നിലത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരുപാട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആട്ടിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ചക്ക വരട്ടത്, ചക്കക്കൊരു പാശ മിക്സ്, പിന്നെ
പഴം ഉണക്കിയത്, ഡ്രൈഡ് ബനാന, ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട്, അവലൂസ് പൊടി, ചക്കക്കുരുവിൻ്റെ അവലൂസ് പൊടി, ദെൻ പപ്പായ ഉണക്കിയത്, ദെൻ ചക്കപ്പഴം ഉണക്കിയത്, പിന്നെന്തില്ലേ പിന്നൊന്നുമില്ല ബാക്കിയെടുത്തത് തന്നെ. സാമ്പാർ മസാല ഇതും എടുത്തു. ഇതറിയില്ല വയസ്സ്. ഇത് പൈനാപ്പിൾ. സോ ബൈ. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞില്ല ആ സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. പിന്നെ അവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് പപ്പായ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, അതുപോലത്തെ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. ഈ കാണുന്ന പൈനാപ്പിൾസൊക്കെ അവരുടെ ഹാർവസ്റ്റ് ആണ്. അപ്പോൾ അവർ ഹാർവസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് കൊണ്ടിട്ട സാധനങ്ങളാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. നമ്മൾ പൈനാപ്പിൾസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ചക്ക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നെല്ലിക്കും അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്ക ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ചക്ക വാങ്ങാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അവിടെ ചക്ക ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇതുപോലത്തെ ചക്കനെ കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ടല്ല, എല്ലാം പൈസ കൊടുത്തിട്ട് തന്നെയാണ്. ആ ഉപ്പിലിട്ട സാധനം മാത്രമേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര സ്വീറ്റി ആയിരുന്നു, ഓവർ മധുരമായിരുന്നു. അതിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കത്. ഉണ്ണിയപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്കയൊക്കെ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മുറിച്ചിട്ടുണ്ടായിരുന്നു. ചക്കയും പൈനാപ്പിൾസും മാത്രമല്ല, അവർ ഹാർവസ്റ്റ് ചെയ്ത പല ഫ്രൂട്ട്സും അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. നമ്മളവിടെ നിന്ന് പൈനാപ്പിളും കൂടി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ഫ്രഷ് ആണ്. പിന്നെ നമ്മൾ ആ ഉണ്ണിയപ്പം 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. സോ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അത് വാങ്ങി ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് തന്നെ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം. പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ എന്തായാലും വേർത്തായിട്ടുള്ളൊരു സാധനം തന്നെയാണിത്. പിന്നെ നമ്മൾ അതും കഴിഞ്ഞ് അതിൻ്റെ അടുത്തുണ്ടായ അംഗൻവാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് തന്നെയാണ്. നമ്മളതും കണ്ട് വീണ്ടും മുയലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് മുയലിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെറ്റ് കാറ്റാണ്. ബട്ട് എനിക്ക് മുയലിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളതൊക്കെ നോക്കി. പിന്നെ അവിടെ കുറച്ച് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളത് നോക്കി. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ചെടി. നമുക്ക് ഫുഡൊക്കെ പ്രീ ബുക്ക് ചെയ്ത് അവിടെ കിട്ടുന്നതാണ്. ഇതൊക്കെ അവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. കുറേ പേര് സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ആകെ ഒരു ഹൗസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരെല്ലാവരും ഈ നോക്കി നിൽക്കുന്നത് ഒരു ഡോഗിനെ കണ്ടിട്ടാണ്. ഈ വീട് അവിടുത്തെ ഓണറിൻ്റെ ഹൗസാണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ആട്ടിൻകുട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പിഗിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടെങ്കിലും എക്സാക്ട്ലി ഇതൊരു ഗോട്ടാണ്. പിന്നെ അവിടെ ചെറിയ വെള്ളച്ചാട്ടം പോലെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ പണിയും ഫുള്ളായിട്ട് കംപ്ലീറ്റഡ് അല്ലായിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവർ ഹാർവെസ്റ്റ് ചെയ്ത ഓരോ ഫ്രൂട്ട്സും ഇതൊക്കെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഭയങ്കര മധുരം. നമ്മളങ്ങനെ അവിടുത്തെ പരിപാടീസൊക്കെ അവസാനിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം തിരിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. നടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ കുറച്ച് ചില്ലറ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായത് കാരണം നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഹോട്ടലിൽ തപ്പി പോയതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓർച്ചിലൊരു ഹോട്ടലുണ്ട്, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നല്ല തണുത്ത ലൈമാണ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും നടന്നതിൻ്റെ ക്ഷീണം തീർക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, അപ്പോൾ പൊറോട്ടയും ബട്ടർ ചിക്കനും അങ്ങനെ ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ബീഫ് വരട്ടിയതും അപ്പം മിക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബീഫ് എന്ന് പറയുന്നത് പള്ളി ബീഫില്ലേ, പള്ളിയിലാക്കുന്ന ബീഫ്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതുകൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും കുറച്ച് കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാവരും കൂടെ വയറ് ഫുള്ളായിരുന്നു. പിന്നെ കുറച്ച് സാലഡും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടച്ചിങ്സിന് വേണ്ടിയിട്ട്. പിന്നെ പിള്ളേരെല്ലാവരും കൂടെ കയറിയിട്ട് ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസിന് വേർത്തേ അല്ലായിരുന്നു. ജസ്റ്റ് മീത്ത മാത്രം കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമാണ്. പുഴൻ്റെയൊക്കെ സൈഡിലായത് കാരണം നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല വ്യൂവും കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വൈക്ക് മുമ്പിലുള്ള ഒരു ഓട്ടോ വന്ന് ആരോ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.